ഹായ് ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6 മണി. ഞാനും അമ്മയും കൂടി നടക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ നടത്തം തന്നെ രാവിലെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല. ഇപ്പം നല്ല മഞ്ഞുണ്ട്. അങ്ങനെ രാവിലെ നടക്കുമ്പോഴാണ് നല്ലൊരു സുഖം തോന്നുന്നത്. ശുദ്ധമായി ഇങ്ങനെ ശ്വസിച്ച് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കി. വീശി വീശി നടക്കി. മഞ്ഞ് നോക്കിയമ്മ മലയമ്മൽ എന്ത് രസവും മഞ്ഞ് കാണാൻ എന്ത് രസമാണ്. നടന്ന് ഞങ്ങളിപ്പോൾ പുഴേൻ്റെ അടുത്തെത്താണ് കേട്ടോ. അതാ നല്ല മഞ്ഞ്, എന്ത് രസം അറിയാം കാണാൻ. പക്ഷെ വൈകുന്നേരത്തെ പോലെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നില്ല. കിളികൾ വന്നിട്ടില്ല തോന്നുന്നു. മല കാണണമെന്നല്ല അല്ലേ? അങ്ങോട്ട് നടന്നു. മല കാണണമെന്നല്ല, എന്തൊരു മഞ്ഞ് മൂടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല മഞ്ഞുണ്ട്. അമ്മ മുണ്ട് തലയിൽ മുണ്ടിടേണ്ടി വരുമോ? മഞ്ഞ് തലയിൽ കൊള്ളും. മുണ്ട് തലയിലിട്ടാണ്. ആ മല തന്നെ കാണുന്നില്ലല്ലേ? നല്ല രസമുണ്ട്. കോഴികളൊക്കെ കൂക്കുന്നതാണ്. സമയം 6 മണി. 5:50 5:55 ഞങ്ങൾ ഇറങ്ങി. ഇറക്കിയേക്കണേ വല്ല ആനയൊക്കെയാണോ അവലമ്മ? അവിടുന്ന് സൗണ്ട് കേൾക്കണേ. നടന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തെത്തിട്ടോ. ഈ മഞ്ഞ് നല്ല രസമാണ്. നടന്നതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെത്തി. നല്ല മഞ്ഞ. എനിക്ക് തുമ്മൽ തുടങ്ങി. അമ്മ തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് തലയിലിടാൻ. അമ്മ തലയിൽ മുണ്ടൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ മഞ്ഞ് തട്ടിയിട്ട് തുമ്മാൻ വരുന്നുണ്ട്. ആ വെള്ളം മൂടി നിൽക്കുന്നതൊക്കെ മലകളാണ്. പക്ഷെ കാണുന്നില്ല മഞ്ഞുകൊണ്ട്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ രാവിലെ വരണം. ഇവിടെ എത്തിയ വൈകുന്നേരം രാവിലെ ഒരു സുഖമാണ്. തമിഴ്നാട് ഗ്രാമം പോലെ ഉണ്ട്. കിളികളെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. കിളികളൊക്കെ വരുന്നേ ഉള്ളൂ. വെള്ളമുണ്ടോ? വെള്ളതാണോ? പുല്ലിലൊക്കെ ഇങ്ങനെ മഞ്ഞിൻ്റെ തുള്ളികൾ നല്ല രസമുണ്ട്. തുമ്പപ്പൂവേ പൊട്ടിരണേ. നിറയെ എങ്ങോട്ട് നോക്കി, നിറയെ തുമ്പപ്പൂക്കളില്ലേ? എന്തിന് ഒന്നിനെ ശല്യപ്പെടുത്താൻ പാടില്ല. രാവിലെ മൊബൈലൊക്കെ ഓഫാക്കി നല്ല രാവിലെ ഇങ്ങനെ നടന്നാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം. കിളികളെ സൗണ്ട്, ഓരോ കിളികളിങ്ങനെ കളകളാരോ, മഞ്ഞ്, ശുദ്ധവായു, നല്ല രസമാണ്. ന്യൂ ജനറേഷൻ ആസ്വദിക്കാത്ത സാധനങ്ങളാണ് അതൊക്കെ. അപ്പം ഞാൻ ന്യൂ ജനറേഷൻ അല്ല ഞാൻ ന്യൂ ജനറേഷൻ അല്ല കേട്ടോ. നമ്മൾ ന്യൂ ജനറേഷൻ്റെ ഒപ്പം നിൽക്കും, അങ്ങനെയുള്ളൂ. മാഞ്ഞതാ മല ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണുന്നു. ഈ വീശി നടക്കിയമ്മ. അമ്മേനോട് കൈ വീശി നടക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കൈ വീശാൻ കഴിയണമില്ല. ഞാനൊരു കയ്യിൽ ഫോണും കൈ പിടിച്ചാണ്.
ഞാൻ ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കാൻ ഫോണും കൊണ്ട് പോകുന്നതാണ്. ഫോട്ടോഗ്രാഫി അറിയുന്നവർക്ക് എന്തൊക്കെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഇന്ന് അമ്മേനെ സ്കാൻ ചെയ്യാൻ കണ്ടാണ്, ബുക്ക് ചെയ്യണം. സ്കാനിങ്ങിന് അപ്പോൾ ഇന്നലെ ബുക്ക് ചെയ്തു. ഇനി സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയിട്ട് നാളെ റിസൾട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കണം. എത്ര വേഗം നേരം വെളുത്തത്. സമയം 6:30 ആയിട്ടുണ്ടാവും. 6:30 ആയിട്ടുണ്ടാവില്ല അമ്മ? അതെന്നലെ ഉണ്ട് ആ മണ്ണിങ്ങനെ, അതെന്നലെ ഉണ്ട് ആ മണ്ണങ്ങനെ. എൻ്റെ മൈനകൾ ശ്വാസത്തിലേക്ക് വലിച്ചെടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വിട്ടാൽ മതി. പോവാ, എനിക്ക് വിശക്കുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ നേരത്തെ ചോറ് കഴിച്ചിട്ട് 7-8 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും, 8:30 ആകുമ്പോൾ കടന്നുറങ്ങും. വളയത്തെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല, 9:30-9:45 ഭക്ഷണം കഴിക്കാൻ, കിടക്കുമ്പോൾ 11 മണിയാവും. അപ്പോൾ പിന്നെ അങ്ങനെ വിശക്കൂല. നടന്ന് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ചേഞ്ച് റോസ് വിരിഞ്ഞിട്ടാണ്. ഇതെപ്പോഴാണ് ചേഞ്ച് ആകുക? ഇന്നലെ വിരിഞ്ഞ് വാടിയതാണ് റോസ് കളറിൽ. പുതിയത് 2 വിരിഞ്ഞിട്ടുണ്ട്. ചേഞ്ച് റോസ്. ഞങ്ങളെ തെങ്ങ് കണ്ടു. രാവിലത്തെ നടത്തം കഴിഞ്ഞു, കുളി കഴിഞ്ഞു വന്നു. ഇപ്പോൾ സമയം 9:30 മണിയായിട്ടോ. ചായ കുടിച്ചില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ അവിയലുണ്ടാക്കുകയാണ്. നമുക്ക് അവിയൽ വേണം, അവിയലും കഞ്ഞിയും വേണം. നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ അവിയലുണ്ടാക്കുകയാണ്. അവിയലുണ്ടാക്കുന്നതിന് മുന്നേ എല്ലാവരും ചായ കുടിക്കുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ അവിയലുണ്ടാക്കട്ടെ. പിള്ളേർക്ക് രാവിലെ ചായ കാടമുട്ട കഴിഞ്ഞത്. ആരൊക്കെയും കാടമുട്ട എന്നില്ല. കഷ്ണങ്ങൾ ഇതാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിയലിൻ്റെ രൂപത്തിൽ മുറിച്ചെടുക്കണം. കായ, കൈപ്പങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ, മുരിങ്ങക്കായ, പയർ, ഇങ്ങനത്തെ ചേന ഉണ്ട്. ചേനയും കൂടി ചേന റെഡി. അവിയലിൻ്റെ കഷ്ണങ്ങൾ റെഡിയായി. ഇതാ നേന്ത്രക്കായ, ചേന, വെള്ളരിക്ക, കുമ്പളങ്ങ, ഒരു ചെറിയ കഷ്ണം പാവയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങക്കായ, പയർ. ഇതാ പുതിയ ചട്ടിയിലാണ് കേട്ടോ ഞാൻ അവിയൽ വെക്കുന്നത്. അമ്മ ചട്ടി മയക്കൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇത് ഇതുവരെ വെച്ചിട്ടില്ല, ഒന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ അവിയൽ വയ്ക്കുകയാണ്. ഉദ്ഘാടനം തന്നെ അവിയലാണ്. ചട്ടിയിൽ ആദ്യം ചേന ഇട്ടു. പിന്നെ ഇതാ ക്യാരറ്റ് ഇട്ടു. പിന്നെ പാവയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ടത് കുമ്പളങ്ങ ഇട്ട് കൊടുത്തു. പിന്നെന്താ, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കായയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ കായ ഇട്ട് കൊടുത്തു. ചട്ടി നിറഞ്ഞല്ലോ. കായ ഇട്ട് കൊടുത്തു. സാധാരണ ശരിക്കും ഈ ചേന ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴാണ് കായ ഇട്ട് കൊടുക്കൽ. ചെറുപ്പത്തിലും മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം ആവി കത്തുമ്പോൾ വേവുമല്ലോ. ഇനി പയറിട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്തേക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി തുണി കൊടുത്തു. അങ്ങനെ അവിയൽ വേണം. ചേന വന്നിട്ടുണ്ടാവും, ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ.
ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ വെള്ളം വെച്ചിട്ടേ ഇല്ല കേട്ടോ. ഇതിൽ കുമ്പളങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ നാളികേരം, പച്ചമുളകും നല്ല ജീരകം ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുപാട് നേരം അടുപ്പത്ത് വെക്കാറില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി വെച്ചിട്ട് നല്ല കട്ട തൈര് ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില നന്നായി കൈകൊണ്ട് പിച്ചി എടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കും. കറിവേപ്പില ഞാൻ കൈകൊണ്ട് പിച്ചിട്ടു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണയും പച്ച തേങ്ങയും ആണ് അവിയലിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ചോറൊക്കെ വെക്കുന്നതിൻ്റെ മുന്നേ അവിയലായി. സമയം എത്ര മണി? 9 മണി. അപ്പോഴേക്കും അവിയൽ റെഡി. എന്നിട്ടാണ് ഇനി ചോറ് വയ്ക്കുന്നത്. അപ്പം സ്കാനിങ്ങിനൊക്കെ പോകാനുള്ളതുകൊണ്ട് വേഗം ആദ്യം അവിയൽ വെച്ചു. അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ. അങ്ങനെ അവിയൽ സെറ്റ്. അങ്ങനെ അവിയലൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി. അമ്മ കഞ്ഞി അവിയലൊക്കെ കഴിച്ചു. ഞങ്ങളൊരു 11:30 മണിക്ക് നിലമ്പൂർ പോവാണ് കേട്ടോ. 12 മണിക്കാണ് സ്കാനിങ് സെൻറ്ററിൽ എത്താൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പാലത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ സ്കാനിങ് സെൻറ്ററിൽ എത്തി കേട്ടോ. നിലമ്പൂർ കോവിലകത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്കാനിങ് സെൻറ്റർ. ഇതാണ് കോവിലകം. പിന്നെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ 1 മണിയായി കേട്ടോ. തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ നിലമ്പൂർ തെക്കിൻതോട്ടത്തിൻ്റെ അടുത്ത് കനോലി പ്ലോട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നല്ല പാലടപ്രഥമൻ വിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു കൊതി പാലട പായസം കുടിക്കാൻ. അപ്പോൾ ഞാനും അമ്മയും കുട്ടനും ഡ്രൈവർ കാക്കയും കൂടി പായസം കുടിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പായസം. അമ്മ രാവിലെ 9 മണിൻ്റെ മുൻപ് ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ. 4 മണിക്കൂർ ഭക്ഷണം കഴിക്കരുത്, അത് കഴിഞ്ഞിട്ട് വേണം സ്കാനിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കഴിക്കാതെ കേട്ടോ പോകുന്നത്. അപ്പോൾ സ്കാനിങ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ചോറ് വേണോ വെച്ചപ്പോൾ ചോറ് വേണ്ട. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഈ പായസം കണ്ടിരുന്നു. അപ്പോൾ പായസം കുടിക്കാമെന്ന് കരുതി ഇവിടെ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ പായസം കുടിച്ചു. നല്ല അടിപൊളി പായസം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.